ഹായ് ഫ്രണ്ട്സ്, ഞാൻ ശില്പ. നിങ്ങൾക്കെല്ലാവർക്കും ആഡ്വിൻ ക്രിയേഷൻസിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫാദേഴ്സ് ഡേക്കുള്ള ഗിഫ്റ്റായിട്ട് 2 സിമ്പിൾ കാർഡുകളാണ് ചെയ്തത്. ഇന്നത്തെ ഈ വീഡിയോ അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അതിനേക്കാൾ കുറച്ചും കൂടി ഭംഗിയുള്ളതും കുറച്ചും കൂടി വലുതുമായ ഒരു കാർഡാണ്. എന്നാൽ നമുക്കതൊന്ന് ചെയ്ത് നോക്കിയാലോ? ഇതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന കാർഡ്. ഇതിൻ്റെ ഫ്രണ്ട് സൈഡിൽ സ്യൂട്ട് പോലെയും ഇത് തുറക്കുമ്പോൾ പൊന്തി വരുന്ന പൂക്കളുമാണ് ഇതിൻ്റെ തീം. ഇതിനാവശ്യമായ സാധനങ്ങൾ ഇതൊക്കെയാണ്: ഒരു ബ്ലാക്ക് ചാർട്ട് പേപ്പർ, ഒരു ക്രീം ചാർട്ട് പേപ്പർ, 2 റെഡ് കളർ A4 ഷീറ്റ്, ഒരു പേന, പശ, പെൻസിൽ, കത്രിക, സ്കെയില്, പിന്നെ ഇതിൽ വെക്കാനുള്ള ബട്ടൺ പോലെ എന്തെങ്കിലും. ആദ്യം തന്നെ ഈ ക്രീം കളർ A4 ഷീറ്റ് വലുപ്പത്തിലുള്ള ചാർട്ട് പേപ്പർ നമ്മൾ കാർഡ് പോലെ മടക്കിയെടുക്കാൻ പോവാണ്. അതിനായിട്ട് ഇത് കറക്റ്റ് ഇതുപോലെ വെച്ച് നമുക്ക് മടക്കിയെടുക്കാം. അപ്പോൾ ഇതിന് ഒരു ഗ്രീറ്റിംഗ് കാർഡിൻ്റെ വലുപ്പം വരും. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിൽ ബ്ലാക്ക് ചാർട്ട് പേപ്പർ വെച്ചിട്ട് സ്യൂട്ട് പോലെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പോവാണ്. അതിനായിട്ട് നമുക്ക് ബ്ലാക്ക് ചാർട്ട് പേപ്പർ എടുക്കാം. നമ്മൾ ഈ ബ്ലാക്ക് ചാർട്ട് പേപ്പർ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത് ഇതുപോലെ സ്യൂട്ടായിട്ട് ഉണ്ടാക്കാനായിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ക്രീം കാർഡിനേക്കാളും ഒരു ഇച്ചിരി കുറച്ച് വേണം നമ്മൾ ഇതിനെ കട്ട് ചെയ്തെടുക്കാൻ. അപ്പോഴാണ് ഇതേപോലെ നമുക്ക് ക്രീം ബോർഡർ കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഈ കാർഡ് എത്രയാണോ അതിനേക്കാളും കുറച്ചൊരു 1/2 സെൻറ്റിമീറ്ററോ അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ച് നമുക്ക് വെട്ടിയെടുക്കാം. നമ്മുടെ ഇഷ്ടാനുസരണം ഈ ബോർഡർ എത്ര വലുപ്പത്തിൽ വേണോ അല്ലെങ്കിൽ എന്തോരം കാണണോ അങ്ങനത്തെ ഒരു രീതിയിൽ നമുക്ക് ഇതിനെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മളിത് വെട്ടിയെടുക്കാൻ പോവാണ്. അതിനായിട്ട് ഞാൻ 1/2 സെൻറ്റിമീറ്റർ കുറച്ചാണ് ഞാൻ വെട്ടിയെടുക്കുന്നത്. ഇനി നമ്മൾ ഈ കട്ട് ചെയ്ത ബ്ലാക്ക് ഷീറ്റിനെ ഇതുപോലെ 2ആയിട്ട് കട്ട് ചെയ്യാൻ പോവാണ്. ഇത് സ്യൂട്ട് പോലെ നമുക്ക് തോന്നിക്കാനായിട്ട് ഈ സെൻറ്ററിൽ തോന്നിക്കാനായിട്ട് ഇതിനെ ഇതുപോലെ നമുക്ക് 2ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതിന് കറക്റ്റ് സെൻറ്ററിൽ വെച്ച് വേണം കട്ട് ചെയ്യാനായിട്ട്. ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഇതിനെ ഈ കാർഡിൽ ഇങ്ങനെ സെൻറ്ററിൽ വെക്കുന്ന വശത്ത് ഇതുപോലെ ഇതിൻ്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് ഈ 2 വശത്തിൻ്റെയും 2 പീസിൻ്റെയും മുകളിൽ നിന്ന് താഴത്തേക്ക് 6 സെൻറ്റിമീറ്ററും മുകളിൽ നിന്ന് സൈഡിലേക്ക് 3 സെൻറ്റിമീറ്ററും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഇതിങ്ങനെ മാർക്ക് ചെയ്യണത് ഇതുപോലെ ഈ സ്യൂട്ടിന് കോളർ പോലെ നമുക്ക് സെറ്റ് ചെയ്യാനാണ്. ഇപ്പോൾ നമ്മുടെ 2 പീസിലും ഇത് മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ മുകളിലത്തെ 3 മാർക്ക് ചെയ്തതും താഴെ 6 മാർക്ക് ചെയ്തതും തമ്മിൽ നമ്മളിങ്ങനെ ഒരു സ്കെയിൽ വെച്ചിട്ട് ഇതുപോലെ പതുക്കെ മടക്കി കൊടുക്കുകയാണ്. ഇത് സ്യൂട്ടിൻ്റെ കോളർ പോലെ നമുക്ക് വെക്കാനായിട്ടാണ്. ഇതുപോലെ തന്നെ നമുക്ക് 2 സൈഡിലും മടക്കി കൊടുക്കാം. ഇനി നമ്മൾ ഈ കോളർ രണ്ടും ഇതിൻ്റെ ഈ എഡ്ജ് വശം കുറച്ച് സ്റ്റൈലിന് വേണ്ടിയിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഈ സ്യൂട്ട് പോലെ കട്ട് ചെയ്തെടുത്തത് ഈ ക്രീം നമ്മൾ ഗ്രീറ്റിംഗ് കാർഡ് പോലെ ഉണ്ടാക്കിയതിൻ്റെ മുകളിൽ വെച്ച് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് അതിൻ്റെ സെൻറ്ററൊക്കെ നോക്കിയിട്ട് ഇതിൻ്റെ ഈ സൈഡുകൾ ഈ എഡ്ജുകൾ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് ഒട്ടിക്കുന്ന സമയത്ത് അത് അങ്ങോട്ട് ഇങ്ങോട്ട് മാറിപ്പോകാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഇതേപോലെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അത് നമുക്കിതുപോലെ ചെറുതായിട്ട് ഒരു പെൻസിൽ വെച്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതിന് ശേഷം നമ്മൾ ഇതിനെ ഇവിടെ പശ തേച്ച് ഒട്ടിക്കാൻ പോവാണ്.
നമുക്ക് ഇതുപോലെ നന്നായി പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ അടുത്തതായിട്ട് ഈ നെക്കിൻ്റെ ഇവിടെ ബോ വെക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് അതിൻ്റെ താഴെ ഇതുപോലെ ഒരു ബ്ലാക്ക് ചാർട്ട് പേപ്പർ നമുക്ക് ഉണ്ടാക്കി വെക്കണം. അത് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഫസ്റ്റ് ഇതിൻ്റെ അടിയിൽ വെക്കേണ്ടത്. ഈ ബോ റെഡ് ബോ വെക്കുന്നതിൻ്റെ താഴെ വെക്കാൻ പോകുന്നത്. ഇതിനായിട്ട് ഇത് അളന്നെടുക്കുമ്പോൾ 1.5 സെൻറ്റിമീറ്റർ വീതി 4 സെൻറ്റിമീറ്റർ നീളത്തിൽ വേണം ഇതിനെ വെട്ടിയെടുക്കാൻ. എന്നിട്ട് ഇതിനെ ഇതുപോലെ ഈ ഒരു വി ഷേപ്പിൽ അല്ലെങ്കിൽ ഈ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിനെ ഇവിടെ ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമ്മൾ അടുത്തതായിട്ട് ഇതുപോലെ ഒരു ബോ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിനായിട്ട് നമ്മൾ റെഡ് A4 ഷീറ്റിൽ നിന്ന് 20 സെൻറ്റിമീറ്റർ നീളവും 1.5 സെൻറ്റിമീറ്റർ വീതിയിലുള്ള ഒരു പീസ് കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. ഇനി നമുക്കിതിനെ 4 ആയിട്ട് മടക്കിയെടുക്കാം. ഇതിന് ശേഷം നമുക്ക് ഈ 2 എഡ്ജുകൾ ചെറുതായിട്ടൊന്ന് കർവ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഇതിനെ നിവർത്തിയിട്ട് ഈ 2 എഡ്ജുകളും അതുപോലെ തന്നെ നമുക്ക് കർവ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ നമുക്ക് ഇതുപോലെ കിട്ടും. ഇതിന് ശേഷം നമ്മൾ ഈ 2 അറ്റത്തിൽ നിന്ന് ഇതുപോലെ മടക്കി ഒരുമിച്ച് പിടിച്ചിട്ട് ഈ മടക്ക് കഴിഞ്ഞിട്ടുള്ള ഈ ഭാഗത്ത് ഒരു ഭാഗം കട്ട് ചെയ്ത് കളയാൻ പോവാണ്. അതിനുശേഷം നമുക്ക് അതിന്റെ ഈ തുമ്പുവശം ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഇപ്പൊ നമുക്ക് ഇതുപോലെ കിട്ടും. ഇനി നമ്മൾ ഇതിന്റെ മടക്കിയ ഈ 2 വശങ്ങള് ഇതുപോലെ ഇതിന്റെ സെന്ററിലേക്ക് ഇതുപോലെ കൊണ്ടുവരണം. ഇതിന് ശേഷം നമുക്ക് ഇതിവിടെ ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പൊ നമുക്ക് ഇതുപോലെ കിട്ടും. ഇതിന് ശേഷം നമ്മൾ ഇതിന്റെ ചുറ്റും ഈ സെന്ററിൽ ഈ വശത്ത് ചുറ്റും ഒരു ചെറിയൊരു പീസ് പേപ്പർ നമ്മൾ ഇങ്ങനെ ചുറ്റി കൊടുക്കണം. അതിനായിട്ട് നമ്മൾ ഇതിൽ നിന്ന് ഒരു ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു ചെറിയ പീസ് കട്ട് ചെയ്ത് ഇതിന് ചുറ്റും നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഈ ഒട്ടിച്ചതിൻ്റെ 2 അറ്റത്തും ഇതുപോലെ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കളയാണ്. ഇനി നമ്മൾ ഈ റെഡിയാക്കിയ ബോ ഇതിന്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ സാധാ ഷർട്ടിന് യൂസ് ചെയ്യുന്ന ബട്ടൺസ് നമുക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. എൻ്റെ കയ്യിലിപ്പോൾ ഈ ഒരു ടൈപ്പ് ഡെക്കറേഷൻ ആയിട്ടാണ് ഉള്ളത്, അതുകൊണ്ട് ഞാൻ ഇത് വെച്ച് കൊടുക്കുന്നു. നിങ്ങൾക്ക് ഇതിനു വേണ്ടി എന്ത് പശ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് ഇത് ഒട്ടിക്കുന്നത്. ഇനി നമ്മൾ ഈ സ്യൂട്ടിന് ഇതുപോലെ പോക്കറ്റ് കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ്. അതിനായിട്ട് 4 സെൻറ്റിമീറ്റർ നീളവും 4 സെൻറ്റിമീറ്റർ വീതിയിലും
നമ്മളൊരു ബ്ലാക്ക് ചാർട്ട് പേപ്പറിൽ നിന്ന് ഒരു പീസ് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ 3 അറ്റങ്ങളിലും ഇതുപോലെ പശ തേച്ചിട്ട് അതിലൊട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ പോക്കറ്റിൻ്റെ ഉള്ളിൽ ഒരു ഹാൻഡ് കർച്ചീഫ് പോലെ വെച്ച് കൊടുക്കാനായിട്ട് ഇതേ വലുപ്പത്തിൽ ഈ പോക്കറ്റ് നമ്മൾ കട്ട് ചെയ്തെടുത്ത് അതേ സൈസിൽ തന്നെ നമുക്ക് ഒരു റെഡ് പീസും കൂടി കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഈ അറ്റങ്ങൾ നമുക്ക് ഇതുപോലെ മടക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ പകുതിയിൽ നിന്ന് കട്ട് ചെയ്ത് കളയാം. ഇത് നമ്മൾ ഈ പോക്കറ്റിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കാർഡിൻ്റെ ഫ്രണ്ട് സൈഡ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിലുള്ള കാര്യമാണ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് വെക്കാനായിട്ട് ഫ്ലവേഴ്സ് കട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് നമുക്ക് റെഡ് A4 ഷീറ്റ് എടുക്കാം. ഈ A4 ഷീറ്റിൽ നിന്ന് നമുക്ക് 10 സെൻറ്റിമീറ്ററിൻ്റെ 7 സ്ക്വയർ പീസുകൾ കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമുക്ക് 10 സെൻറ്റിമീറ്ററിലുള്ള 7 സ്ക്വയറുകൾ കിട്ടി. ഇതിൽ നിന്ന് നമുക്ക് ഒരെണ്ണത്തിന് എടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഈ 2 എഡ്ജുകൾ ഇതുപോലെ മടക്കിയെടുക്കാം. അതുപോലെ തന്നെ ഒന്നും കൂടി നമുക്ക് മടക്കിയെടുക്കാം. ഇതിനെ ഒരു പ്രാവശ്യം കൂടി നമുക്ക് മടക്കിയെടുക്കാം. ഇപ്പോൾ ഇതിന് മൊത്തം 3 മടക്കാണുള്ളത്. 1 2 3. ഇനി നമുക്കിതിൽ ഒരു പെൻസിൽ വെച്ചിട്ട് ഇതുപോലെ ഒരു യു ഷേപ്പിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ യു വരച്ചെടുക്കുമ്പോൾ ഈ പേപ്പറുകളൊക്കെ ഒരുമിച്ച് ജോയിൻ ചെയ്തിരിക്കുന്ന ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വേണം നമുക്ക് വരയ്ക്കാനായിട്ട്. ഇതിനെ നമുക്ക് വെട്ടിയെടുക്കാം. ഇതുപോലെ തന്നെ ബാക്കി 6 എണ്ണം നമുക്ക് വെട്ടിയെടുക്കാം. ഇപ്പോൾ നമ്മൾ 7 എണ്ണം വെട്ടി റെഡിയാക്കി വെച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിനെ തുറക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. ഇനി നമ്മൾ ഈ പൂവിൻ്റെ കുറേ ഇതളുകൾ കാണാം. ഈ ഇതളുകളിൽ ഒരു ഇതളിനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി നമ്മൾ ഇതൊരു പൂ പോലെ ആക്കിയെടുക്കാൻ വേണ്ടി ഭംഗിക്കായിട്ട് ഇതിൻ്റെ ഉള്ളിൽ വരച്ചു കൊടുക്കാൻ പോവാണ്. അതിനായിട്ട് ആദ്യത്തെ ഒരു ഇതൾ നമ്മൾ വിട്ടിട്ട് ബാക്കി എല്ലാത്തിലും വേണം വരയ്ക്കാനായിട്ട്. അതിന് കാരണം ഈ ഒരു ഇതളിൽ നമ്മൾ പശ തേച്ച് ഇതിനെ ഒട്ടിച്ചു കൊടുക്കാനുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഇതിനെ വിട്ടുകളഞ്ഞ് ബാക്കി എല്ലാത്തിലും വരച്ചു കൊടുക്കുക. ഇതുപോലെ ഇതിന് ശേഷം നമ്മൾ ഈ വരയ്ക്കാതെ വിട്ടിരിക്കുന്ന ഈ ഇതളിൽ നമുക്ക് പശ തേച്ച് കൊടുക്കാം. അതിനുശേഷം ഈ അപ്പുറത്തെ ഇതൾ ഇതുപോലെ ഇതിന്റെ മുകളിലേക്ക് കയറ്റി വയ്ക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും.
ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി 6 എണ്ണം റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ എല്ലാ പൂക്കളും റെഡി ആയി കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിനെ ഇതുപോലെ മടക്കിയെടുക്കുകയാണ്. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ പൂക്കളും മടക്കിയെടുക്കാം. ഇനി നമ്മൾ ഈ പൂക്കളെ ഈ കാർഡിന്റെ ഉള്ളിൽ കണ്ട പോലെ ഒട്ടിച്ചെടുക്കാൻ പോവാണ്. അതിന് ആദ്യമായി നമുക്ക് ഒരെണ്ണം എടുക്കാം. നമ്മൾ ഈ മടക്കി വെച്ച പൂവില് ഈ 2 ഇതളുകളിലാണ് നമ്മൾ ഇനി ഒട്ടിച്ചു കൊടുക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ ഈ മാർക്ക് ചെയ്ത സ്ഥലത്ത് നമുക്കിതുപോലെ പച്ച തേച്ച് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ വേറൊരു പൂവ് എടുത്തിട്ട് ഇതിന്റെ മുകളിൽ നമുക്ക് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ തന്നെ മറ്റേ സൈഡിലും ഒരെണ്ണം കൂടി ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമ്മൾ അടുത്ത് മാർക്ക് ചെയ്യാൻ പോകുന്നത് ഈ 3 ഇതളുകളിലാണ്. ഇത് സെന്ററിലുള്ള 3 ഇതളുകളാണ്. ഇതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പച്ച തേച്ച് കൊടുക്കാം. അതിനുശേഷം അടുത്തൊരു പൂവ് എടുത്തിട്ട് ഇതിലേക്ക് വയ്ക്കാം. നമ്മളിപ്പോൾ വെച്ച പൂവിന്റെ 3 ഇതളുകളും ഈ പശ വെച്ചതിന്റെ മുകളിൽ തന്നെ കറക്റ്റായിട്ട് ആ ഇതളുകളുടെ മുകളിലായിട്ട് ഇതേപോലെ ഒട്ടിയിരിക്കും. ഇതിന് ശേഷം ഈ ഇതളിലും ഇപ്പുറത്തെ സൈഡിൽ ഈ ഇതളിലുമാണ് നമ്മൾ പശ തേച്ച് കൊടുക്കാൻ പോകുന്നത്. അടുത്ത പൂ എടുത്തിട്ട് നമുക്ക് ഇതിന്റെ മുകളിൽ വെച്ച് കൊടുക്കാം. ഇതിനുശേഷം അടുത്തെടുത്തിട്ട് നമുക്ക് ഇതിന്റെ മുകളിൽ കറക്റ്റായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇനി അടുത്തായിട്ട് ഈ 3 ഇതളുകളിലാണ് നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത്. അതിൽ നമുക്ക് ഇതുപോലെ പശ വെച്ച് കൊടുത്ത് ഇത് ഒട്ടിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ 7 പൂക്കളും ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത് ഇത് നമ്മൾ ആദ്യം തന്നെ ഉണ്ടാക്കി വെച്ച കാർഡിലേക്ക് ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ്. അതിനായിട്ട് നമുക്ക് ഈ കാർഡ് തുറന്ന് ഈ പൂവിന്റെ ഈ 2 വശങ്ങൾ കറക്റ്റ് ഈ മടക്കിനോട് ചേർത്ത് നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ഇതിന്റെ മുകളിലും താഴെയും ഒരുപോലെ നമുക്ക് സ്പേസ് വിട്ടു കൊടുക്കാൻ നോക്കാം. അതിനുശേഷം ഇതിന്റെ സെന്ററിലുള്ള ഈ ഇതളിൽ മാത്രമാണ് നമ്മൾ പശ വയ്ക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ഒരു സൈഡിൽ നമുക്ക് ഇതുപോലെ പശ തേച്ച് കൊടുക്കാം. ഇതേപോലെ ഒരു ഇച്ചിരി പശ വെച്ചാൽ മതി, ഒരു ഡോട്ട് പശ വെച്ചാൽ മതി. അതിനുശേഷം ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ച് നമുക്കൊരു സൈഡ് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഇതിന് ശേഷം ഇതിന്റെ മുകളിലുള്ളതിലും ഈ ഒരു ഇതളിൽ നമുക്ക് ഇതുപോലെ പശ തേച്ച് കൊടുക്കാം. അതിനുശേഷം ഈ കാർഡിന് നമുക്ക് ഇതിന്റെ മുകളിലേക്ക് ഇങ്ങനെ മടക്കി കൊടുക്കാം. എന്നിട്ട് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ ഉണങ്ങിയതിന് ശേഷം ഇത് തുറക്കാൻ ട്രൈ ചെയ്യാം. ഇല്ലെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ ഇത് ഉണങ്ങി കഴിഞ്ഞു. ഇനി ഞാനിതിനെ തുറന്നു നോക്കാൻ പോവാണ്. അപ്പൊ നമുക്ക് ഇതുപോലെ കിട്ടും. ഇത് കാണുമ്പോൾ ഈ പൂക്കൾ പൊന്തി വരുന്ന പോലെ നമുക്ക് തോന്നും. ഇത് കാണാൻ നല്ല ഭംഗിയാണ്. ഇതിന്റെ ചുറ്റും നമുക്ക് കുറച്ച് സ്പേസ് കാണാം. അവിടെ നമുക്ക് വിഷസ് എഴുതി കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ പോക്കറ്റിന്റെ മുകളിൽ നമുക്ക് ഹാപ്പി ഫാദേഴ്സ് ഡേ എന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വിഷസ് നമുക്ക് ഇതിൽ എഴുതാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഫാദേഴ്സ് ഡേ ഗിഫ്റ്റ് കാർഡ് റെഡി ആയി കഴിഞ്ഞു. ഇത് നിങ്ങൾക്ക് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.